നമസ്കാരം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാജ്യത്തെ അഭിഭാഷകരിൽ 40% വ്യാജന്മാരെന്ന് ബാർ കൗൺസിൽ. വ്യാജ അഭിഭാഷകരുടെ കൈവശമുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളെന്നും ബാർ കൗൺസിൽ. വയലാർ രക്തസാക്ഷി സ്മാരകത്തിന് നേർക്ക് ആക്രമണം. സ്മാരകത്തിന്റെ മതിൽ തകർത്തു. സംഭവത്തിന് പിന്നിൽ RSS എന്ന് സൂചന. കൽക്കരിപ്പാടം അഴിമതി കേസിൽ CBI മുൻ ഡയറക്ടർ രഞ്ജിത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ്. നടപടി കേസന്വേഷണത്തിൽ ഇടപെട്ടുവെന്ന പരാതി. പശ്ചിമബംഗാളിൽ മമതാ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനെത്തിയ രജിസ്ട്രാർ ജനറൽ സെക്രട്ടറി KN രാമചന്ദ്രനെ കണ്ടെത്തി. തമിഴ്നാട് നിയമസഭ ജല്ലിക്കെട്ട് ബിൽ പാസാക്കിയതിനെ തുടർന്ന് മറീന ബീച്ചിൽ തമ്പടിച്ച സമരക്കാർ പിന്മാറി. തമിഴകം ഇളക്കിമറിച്ച പ്രക്ഷോഭത്തിൽ ഇന്നും പരക്കെ അക്രമം. CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേർ. പുലർച്ചെയോടെയാണ് ബോംബേർ ഉണ്ടായത്. ഓഫീസിലെ പരിയാരം ഹാൾ ബോംബേറിൽ തകർന്നു. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPIM ആരോപിച്ചു. CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലെ KKN പരിയാര ഹാളാണ് പെട്രോൾ ബോംബെറിഞ്ഞ് തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ചുമരുകളും ആസ്ബസ്റ്റോസ് ഷീറ്റും തകർന്നിട്ടുണ്ട്. അതേസമയം CPIM കോടിയേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം സുജിത്തിന്റെ വീടിനു നേരെയും ഇന്നലെ രാത്രി ബോംബാക്രമണമുണ്ടായി. രാത്രി 12:30 ശേഷമാണ് സംഭവം. വീട്ടുമുറ്റത്ത് വീണ് ബോംബ് പൊട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാർക്കും പരിക്കേറ്റില്ല. രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും RSS ആണെന്ന് CPIM ആരോപിച്ചു. ഇവിടെ സർവകക്ഷി സമാധാന യോഗം ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടതിന് ശേഷവും ഇത്തരം ആക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RSS പൊതുവിൽ സമാധാനത്തിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു വിഭാഗം സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നിരന്തരമായ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത്. വ്യാപകമായ ആക്രമണങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ CPIM ഓഫീസുകൾക്കു നേരെയും പ്രവർത്തകർക്കു നേരെയും ഇന്നലെ രാത്രിക്ക് ശേഷം ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അനശ്വര രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തി. മണ്ഡപത്തിന്റെ വടക്കേ കവാടത്തിലെ അലങ്കാര ഗ്രിൽ തകർത്ത്. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് സംശയിക്കുന്നതായി CPI നേതാക്കൾ പറഞ്ഞു. കാഴ്ച. ഞായറാഴ്ച രാത്രിയാണ് മണ്ഡപത്തിൽ ആക്രമണം നടന്നത്. ഉരുക്ക് കവാടത്തിന്റെ ഗ്രില്ലാണ് തകർത്തത്. ഗ്രില്ലിന്റെ മുകൾ ഭാഗത്ത് നിരയായി സ്ഥാപിച്ചിട്ടുള്ള ശരമാതൃകയിൽ 2 ആക്രമണത്തിൽ തകർന്നു. ഇവയും ഉരുക്ക് നിർമ്മിതമാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 മണ്ഡപത്തിന്റെ സൂക്ഷിപ്പുകാരനും കയർ ഫാക്ടറി തൊഴിലാളിയുമായ NV രമണനാണ് സംഭവം ആദ്യം കണ്ടത്. പതിവ് പോലെ മണ്ഡപം ഓഫീസ് തുറക്കാനും ചെടികൾ നനയ്ക്കാനുമായാണ് ഇദ്ദേഹം എത്തിയത്. തകർത്തെറിഞ്ഞ ഭാഗങ്ങൾ മണ്ഡപത്തിനുള്ളിൽ തെങ്ങിൻ ചുവട്ടിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മതിലിൽ അടിയേറ്റതുപോലുള്ള പാടുകളുണ്ട്. സംഭവമറിഞ്ഞ് CPI നേതാക്കളും പ്രവർത്തകരും DYSP YR അഷ്ടമിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. സയന്റിഫിക് ഓഫീസർ ശീതളിന്റെയും SI പ്രതാപചന്ദ്രന്റെയും നേതൃത്വത്തിലെത്തിയ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. മണ്ഡപത്തിന് 2 കിലോമീറ്ററോളം വടക്ക് നാഗംകുളങ്ങര കവലയ്ക്ക് സമീപം DYFI കൊടിമരം നിൽക്കുന്ന വളപ്പിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് കൊടിമരം സ്ഥാപിക്കാനുള്ള RSS ശ്രമം ഞായറാഴ്ച നാട്ടുകാർ തടഞ്ഞിരുന്നു. RSSകാർ എത്തിച്ച സാമഗ്രികൾ പോലീസ് ഇടപെട്ട് അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിച്ചു. അന്ന് രാത്രി തന്നെ നടന്ന രക്തസാക്ഷി മണ്ഡപം ആക്രമണത്തിനു പിന്നിൽ ഇതാകാം കാരണമെന്ന് സംശയിക്കുന്നതായി CPI നേതാക്കൾ പറയുന്നു. അതേസമയം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സ്ഥലം സന്ദർശിച്ചു. വയലാറിലെ രക്തസാക്ഷി സ്തൂപത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ രക്തസാക്ഷി സ്മാരകത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ഇരുട്ടിൻ്റെ മറവിൽ കടന്നാക്രമണം നടത്താൻ നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. എന്തായാലും ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം നിലപാട് സ്വീകരിച്ച സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്താനും അവരെ ശക്തമായ രീതിയിൽ നേരിടുന്നതിനും ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള നിലപാടുകളും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് പറയാനുള്ളത്. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ പ്രവർത്തകർ നിൽക്കേണ്ട സന്ദർഭമാണിത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇരുട്ടിൻ്റെ മറവിൽ നടന്നൊരു സംഭവം എന്ന നിലയിൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്തെ അഭിഭാഷകരിൽ പകുതിയും വ്യാജന്മാരെന്ന് ബാർ കൗൺസിൽ മേധാവി. കോടതിയിലെത്തുന്നവരുടെ യോഗ്യത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ അഭിഭാഷകരുടെ കൈവശമുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്നും അദ്ദേഹം അറിയിച്ചു. വ്യാജ അഭിഭാഷകരുടെ എണ്ണം പെരുകുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ്
ബാർ കൗൺസിൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചത്. 2 വർഷത്തിലധികമായ പരിശോധനകൾക്കൊടുവിലാണ് രാജ്യത്താകെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരിൽ 45% പേർ വ്യാജന്മാരാണെന്നാണ് ബാർ കൗൺസിലിന്റെ കണ്ടെത്തൽ. 2012 കണക്കനുസരിച്ച് രാജ്യത്ത് വിവിധ ബാർ കൗൺസിലുകൾക്ക് കീഴിലായി 14 ലക്ഷം അഭിഭാഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാർ കൗൺസിൽ പരിശോധന ആരംഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്ത അഭിഭാഷകരുടെ എണ്ണം 6.5 ലക്ഷമായി കുറഞ്ഞു. വ്യാജ നിയമബിരുദമുള്ളവരും ഒരു ബിരുദം പോലും ഇല്ലാത്തവരും അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നുവെന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര വ്യക്തമാക്കി. പല വ്യാജന്മാരും കോടതികളിലെ സജീവ അഭിഭാഷകരാണെന്നും ബാർ കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടികൾ തന്നെ ബാർ കൗൺസിൽ ആരംഭിച്ചു. കീഴ്ക്കോടതി തലം മുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്താൻ ബാർ കൗൺസിൽ തീരുമാനവുമെടുത്തു. നിയമബിരുദം ലഭിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതികൾക്കും കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. വ്യാജ അഭിഭാഷകരുടെ എണ്ണപ്പെരുക്കം നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ജല്ലിക്കെട്ടിനായുള്ള ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നടന്നുവന്ന ജല്ലിക്കെട്ട് സമരം പിൻവലിച്ചു. ചെന്നൈ മറീന ബീച്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും സമരാനുകൂലികൾ പിരിഞ്ഞു. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ആക്രമണ സംഭവങ്ങളുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം ജല്ലിക്കെട്ടിനായി നിയമം പാസാക്കിയതോടെയാണ് ഒരാഴ്ച നീണ്ട സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറായത്. മുഖ്യമന്ത്രി പനീർശെൽവം അവതരിപ്പിച്ച ബിൽ നിയമസഭ ഏകകണ്ഠമായി പാസാക്കുകയായിരുന്നു. സർക്കാരിന്റെ അനുമതിയോടെ തമിഴ്നാട്ടിൽ എവിടെയും ജല്ലിക്കെട്ട് നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഇതിനായി മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് തമിഴ്നാട് നിയമം പാസാക്കിയത്. പട്ടികയിൽ നിന്ന് ജല്ലിക്കെട്ടിനായുള്ള മൃഗങ്ങളെ ഒഴിവാക്കുന്നതാണ് തമിഴ്നാടിന്റെ നിയമം. ഓർഡിനൻസിന് പകരം സ്ഥിരം നിയമം വേണമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയത്. ഇതോടെ മറീന ബീച്ചിൽ നിന്ന് സമരക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ജല്ലിക്കെട്ടിനിടെ പരിക്കേറ്റ ഒരാൾ കൂടി ഇന്ന് മരണമടഞ്ഞു. സമരം അവസാനിച്ചെങ്കിലും സർക്കാർ നീക്കത്തിനെതിരെ മൃഗസ്നേഹികൾ വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. തിരിച്ചെത്താം ഇടവേള. രാജ്യത്ത് തീവണ്ടി അപകടങ്ങൾ തുടർക്കഥ. ISI അട്ടിമറികൾ നടന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഏറെ ദുരൂഹതകളാണ് ഉയരുന്നത്. അതേസമയം റെയിൽവേ അനാസ്ഥയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപകടങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഹിരാഖണ്ഡ് തീവണ്ടി അപകടം. ഈ അപകടത്തിനും ആഴ്ചകൾക്ക് മുമ്പാണ് വിഹിർഗോൺ സ്റ്റേഷനിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റിയത്. കഴിഞ്ഞ വർഷം നവംബർ 20-ന് 150 പേരുടെ മരണത്തിനിടയാക്കിയ ഇൻഡോർ പാറ്റ്ന തീവണ്ടി അപകടത്തിൽ പാക് ചാര സംഘടനയായ ISIയുടെ ബന്ധം പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ട്രെയിൻ അപകടങ്ങളുടെ ഉത്തരവാദിത്തം ISIയുടെ മാത്രം തലയിൽ ചാരാൻ കഴിയില്ലെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപകടങ്ങൾക്ക് റെയിൽവേയും ഉത്തരവാദികളാണ്. റെയിൽവേയിലെ സേഫ്റ്റി സ്റ്റാഫിന്റെ പോസ്റ്റിലേക്ക് 1 ലക്ഷത്തിലധികം ഒഴിവുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഹിരാഖണ്ഡ് എക്സ്പ്രസ് പാളം തെറ്റി അപകടമുണ്ടായ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സെക്ടറിൽ മാത്രം 24% സേഫ്റ്റി ഓഫീസർമാരുടെ ഒഴിവുണ്ടെന്നാണ് കണക്കുകൾ. റെയിൽവേയുടെ കടുത്ത അനാസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സേഫ്റ്റി ഓഫീസർമാരുടെ ഒഴിവ് വർഷങ്ങളായി നിലനിൽക്കുന്നതാണെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. 1500-ലധികം എഞ്ചിനീയർമാരുടെ ഒഴിവും റെയിൽവേയിൽ നിലനിൽക്കുകയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉള്ളപ്പോഴാണ് റെയിൽവേയിൽ ഇത്തരത്തിലുള്ള ഒഴിവുകൾ കാലങ്ങളായി നിലനിൽക്കുന്നത്. അതേസമയം ട്രെയിൻ അപകടങ്ങൾ അട്ടിമറിയാണോ എന്നറിയാൻ ഉന്നതതല അന്വേഷണങ്ങളും നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക്. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടെ കേരള സർവകലാശാലയുടെ ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. നിഷ്പക്ഷവും നീതിപൂർവവുമായ തെളിവെടുപ്പ് നടത്തുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇമെയിലിലൂടെ സർവകലാശാലയെ പരാതി അറിയിക്കാമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് തെളിവെടുക്കാനെത്തിയത്. സമരത്തിനെത്തിയ വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ പ്രശ്നങ്ങൾ സമിതി അംഗങ്ങൾക്ക് മുമ്പാകെ നിരത്തി. പരാതി നൽകാൻ നേരിൽ കഴിയാത്തവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകാമെന്നും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെളിവെടുപ്പ് നടത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടിട്ട് ആ പരാതികളിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളിത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് എപ്പോൾ എങ്ങനെ വരുന്ന പരാതികൾ ഞങ്ങൾക്ക് സ്വീകരിക്കാം. നേരിട്ട് വരുന്നത് ഫിസിക്കലി കുട്ടികൾ ഒരുപാട് പേര് തന്നതുകൊണ്ട് നേരിട്ട് അവരെ കേൾക്കാൻ വരുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പും സാധ്യമല്ലെന്ന് കോളേജ് ഡയറക്ടറായ കുലിയക്കോട് നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് 2 പ്രാവശ്യം വിളിച്ചു, രാജിവെച്ചെങ്കിലേ വരുള്ളൂ പറഞ്ഞത്. അവിടെ എത്തിയാൽ
പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണ് ഒരു പ്രധാന ആവശ്യം. പ്രിൻസിപ്പലിനെ മാറ്റം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനായിട്ട് വിദ്യാർത്ഥി പക്ഷപാതത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കരുതി കുട്ടികളുടെ പിന്നീട് കൊണ്ടുവന്നല്ലേ ഇതൊക്കെ, ഇതൊന്നും ഇല്ലായിരുന്നല്ലോ മുമ്പേ. മാനേജ്മെന്റും വിദ്യാർത്ഥികളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് ഉപസമിതി തെളിവെടുക്കാൻ കോളേജിലെത്തിയത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമരപന്തൽ അദ്ദേഹം സന്ദർശിച്ചു. കോളേജിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധി ഉള്ളതിനാൽ കനത്ത പോലീസ് കാവൽ കോളേജിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകരും നേരിടുന്നത് പീഡനം. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകർ കടുത്ത ചൂഷണത്തിനാണ് വിധേയരാകുന്നത്. പ്രതികരിച്ചാൽ കള്ളക്കേസിൽ പെടുത്തലും പിരിച്ചുവിടലും അടക്കമുള്ള പ്രതികാര നടപടികളും നേരിടേണ്ടി വരുന്നതായും അധ്യാപകർ പറഞ്ഞു. വിവിധ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച നിരവധി വാർത്തകൾ നാം കണ്ടുകഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തങ്ങളുടെയും അവസ്ഥയെന്ന് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരും പറയുന്നു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളായ അധ്യാപകരാണ് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിവിധ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവർ. 2017 6000 രൂപ ശമ്പളം മേടിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുണ്ട്. ഈ 6000-7000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും അവർക്ക് രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് 10,000-12,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. അധിക സമയ ജോലിക്ക് പുറമെ പല അധ്യാപകർക്കും പ്യൂണിന്റെയും സ്വീപ്പർമാരുടെയും ജോലി ചെയ്യേണ്ടി വരുന്നു. പ്രതികരിച്ചാൽ ശമ്പളം തടയലും പിരിച്ചുവിടലും ഗുണ്ടകളെ വിട്ട് തല്ലിക്കലും വരെ. ആ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു 10 പേര് കൂടിയിട്ട് ഒരു മാനേജ്മെന്റ് റൂമിൽ കൊണ്ടുപോയി ഇടിമുറി എന്ന് തന്നെ പറയാം നമുക്ക്. ഇവിടെ ടീച്ചർമാർക്ക് കൊണ്ട് ഇടിമുറി അവിടെ കൊണ്ടുപോയിട്ട് 12:30 തൊട്ട് ഒരു 3:30 വരെ അവരവിടെ നിർത്തി ടോർച്ചർ ചെയ്തത്. അവിടെ നമ്മുടെ തലയിറ്റ് വീഴായത്. അധ്യാപികമാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി നിഷേധിക്കുന്നെന്നു മാത്രമല്ല പലരെയും തിരിച്ചെടുക്കാറുമില്ല. 3 മാസമാണ് നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 മാസം കുറച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നതായും അധ്യാപകർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTC-യിൽ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാകാൻ വഴിവിട്ട നീക്കങ്ങൾ. KSRTC-യുടെ ചീഫ് ലോ ഓഫീസറായ ഷിബുകുമാറാണ് അനധികൃത നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ഷിബുകുമാർ ചീഫ് ലോ ഓഫീസർ ആയതെന്നാണ് ആക്ഷേപം. നിലവിൽ KSRTC-യുടെ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജാണ് ഷിബുകുമാർ ഡി. മുൻ KSRTC CMD ആന്റണി ചാക്കോ സ്ഥാനമൊഴിയുന്നതിന് മുൻപാണ് ഈ അധിക ചുമതല നൽകിയത്. താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ നിയമനം സ്ഥിരപ്പെടുത്താനാണ് ഷിബുകുമാറിന്റെ നീക്കം. ചുമതല നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വരെ ഇദ്ദേഹം നേടി. അധിക ചുമതലയ്ക്ക് പുറമെ KSRTC-യുടെ ചീഫ് ലോ ഓഫീസറാണ് ഇദ്ദേഹം. അതുപോലും നേടിയത് കഴിഞ്ഞ സർക്കാരിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതാണ് ചീഫ് ലോ ഓഫീസറെ. ആ നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ഷിബുകുമാറിന്റെ നിയമനം. കൂടാതെ CLO പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ യോഗ്യത LLB ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂ ആയപ്പോഴാകട്ടെ LLM-ന് 20 അധിക മാർക്ക്. LLM ഉണ്ടെന്ന് കാട്ടിയാണ് ഷിബുകുമാർ നിയമിതനായത്. എന്നാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെയും ഷിബുകുമാർ ഹാജരാക്കിയിട്ടില്ല. കണ്ടക്ടറായി നിയമനം നേടി സ്ഥിര ജീവനക്കാരനാകുന്നതിന് മുൻപായിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ നിയമനം. ജീവനക്കാർക്ക് പോലും അമർഷവും അതൃപ്തിയുമാണ് ഷിബുകുമാറിന്റെ നടപടിയിലുള്ളത്. ഷീജ, തിരുവനന്തപുരം. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒബാമയുടെ സത്യപ്രതിജ്ഞ എത്തിയതിനേക്കാൾ കുറച്ചുപേരാണ് തന്റെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയത് എന്ന റിപ്പോർട്ടാണ് ട്രംപിനെ ക്ഷുഭിതനാക്കിയത്. തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ 11.5 ലക്ഷത്തോളം പേർ വന്നിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് അദ്ദേഹത്തിന്റെ മാധ്യമ സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2009-ൽ ഒബാമയുടെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ജനങ്ങളുടെയും ഇത്തവണ ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ആളുകളുടെയും ചിത്രങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയതും താരതമ്യം നടത്തിയതുമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഭൂമിയിലെ ഏറ്റവും സത്യസന്ധതയില്ലാത്ത മനുഷ്യർ മാധ്യമപ്രവർത്തകരാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. തനിക്ക് രഹസ്യാന്വേഷണ ഏജൻസികളുമായി ഭിന്നതകളുണ്ടെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് CIA ആസ്ഥാനം സന്ദർശിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് അരങ്ങേറിയത്. 5 ലക്ഷത്തോളം പേരാണ് വാഷിംഗ്ടൺ DC-യിലെ പ്രതിഷേധത്തിനെത്തിയത്. ന്യൂയോർക്ക് സിറ്റിയിൽ 4 ലക്ഷം പേർ പ്രതിഷേധത്തിനെത്തിയപ്പോൾ ചിക്കാഗോയിലും ലോസ് ഏഞ്ചൽസിലും പ്രതിഷേധം ശക്തമായിരുന്നു. ട്രംപ് വിരുദ്ധ റാലിക്ക് മാധ്യമശ്രദ്ധ ലഭിച്ചതും അമേരിക്കൻ പ്രസിഡന്റിനെ ക്ഷുഭിതനാക്കിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്.
പോലീസ് സേനയിൽ വീണ്ടും അഴിച്ചുപണി. 29 ഡിവൈഎസ്പിമാരെ മാറ്റി നിയമിക്കാനും 35 സർക്കിൾ ഇൻസ്പെക്ടർമാരെ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥാനക്കയറ്റം നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. വിജിലൻസ്, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലേക്കാണ് ഭൂരിഭാഗം സ്ഥാനചലനവും. ചാലക്കുടി, തൃശൂർ, വൈക്കം, തളിപ്പറമ്പ്, നെയ്യാറ്റിൻകര, തൊടുപുഴ, പത്തനംതിട്ട എന്നീ സബ് ഡിവിഷനുകളുടെ ചുമതലയിലുണ്ടായിരുന്ന ഡിവൈഎസ്പിമാർക്കും സ്ഥാനചലനം ഉണ്ടായി. റബ്ബർ ബോർഡ് പുനഃസംഘടന നീളുന്നതോടെ നാഥനില്ലാ കളരിയായി റബ്ബർ മേഖല. ദേശീയ റബ്ബർ നയം ജലരേഖയായി. ആവർത്തന കൃഷിക്കുള്ള റബ്ബർ സബ്സിഡി വിതരണം നിലച്ചു. ബിജെപിക്കുള്ളിലെ ഗ്രൂപ്പ് പോരാണ് പുനഃസംഘടന വൈകുന്നതിന്റെ കാരണം. എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിച്ചതൊഴിച്ചാൽ റബ്ബർ ബോർഡ് പുനഃസംഘടന കടലാസിലൊതുങ്ങി. സുപ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ബിജെപിക്കുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരും NDA ഘടകകക്ഷികളുടെ അവകാശവാദവുമാണ് നിയമന പ്രതിസന്ധിക്ക് കാരണം. ബോർഡ് പുനഃസംഘടന വൈകുന്നതിൽ കർഷകരും കർഷക സംഘടനകളും പ്രതിഷേധത്തിലാണ്. റബ്ബർ കൃഷിക്കാരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം 1 ലക്ഷത്തിൽ പരം ടൺ റബ്ബർ ഉൽപാദനം കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ റബ്ബർ ബോർഡിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് വലിയ താൽപര്യമില്ലെന്നതിന് വസ്തുതകൾ നിരവധിയാണ്. റബ്ബർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായി ഫീൽഡ് ഓഫീസുകൾ നിർത്തലാക്കി. ഉദ്യോഗസ്ഥരെ അന്യസംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഗവേഷണ പ്രവർത്തനങ്ങൾ ഭാഗികമായി. റബ്ബർ ആവർത്തന കൃഷിയുടെ സബ്സിഡി വിതരണം നിലച്ചു. 50 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. റബ്ബർ നയം പ്രഖ്യാപിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ജലരേഖയായി. നയം തയ്യാറാക്കാൻ നിയമിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ചുവപ്പ് നാടയിൽ കുരുങ്ങി. 2.5 വർഷത്തിന് ശേഷം റബ്ബർ വിലയിൽ നേരിയ വർധനവ് പ്രകടമായപ്പോൾ കയറ്റുമതിയിലടക്കം പ്രോത്സാഹനം നൽകേണ്ട കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും മുഖം തിരിച്ചതാണ് സംസ്ഥാനത്തെ 12 ലക്ഷം റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സീറ്റ് തർക്കങ്ങൾക്ക് വിട. ഉത്തർപ്രദേശിൽ സഖ്യമായി മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പ്രഖ്യാപിച്ചു. സമാജ്വാദി പാർട്ടി 298 സീറ്റുകളിലും കോൺഗ്രസ് 105 സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ശുഭയാത്രയുടെ ഭാഗമായുള്ള സോഫ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. റോഡപകടങ്ങളുടെ പ്രാധാന്യവും അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളും മറ്റു ദുരന്തങ്ങളും നഷ്ടങ്ങളും കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിനായാണ് കേരള പോലീസ് ശുഭയാത്ര എന്ന പദ്ധതി 2015 മുതൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പുതിയ പദ്ധതിയായ സോഫ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. സോഫ്റ്റ് പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർക്കുള്ള ബാഡ്ജ് വിതരണം നടൻ മോഹൻലാൽ നിർവഹിച്ചു. റോഡപകടങ്ങൾ കുറയ്ക്കാനുള്ള പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ പത്മശ്രീ മോഹൻലാൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഔപചാരികമായുള്ള ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് ദൂരം ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിനാൽ കേരള സർക്കാരിൻ്റെ കുടക്കീഴിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സഹകരിച്ച് ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെ പരിശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യം വിദൂരത്തല്ല എന്ന് പ്രത്യാശിക്കാം. ഒപ്പം ഞാനും ഉണ്ടാകും. ഞാനൊരു കേരളത്തിലെ നിരത്ത് റോഡിൽ ഒരു 45-50 ലക്ഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒരാളാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാനൊരു വലിയ അഭിമാനമായി കരുതുന്നു. ട്രാഫിക് ബുള്ളറ്റിൻ, ട്രാഫിക് പാർക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ട്രാഫിക് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന സോഫ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ K മുരളീധരൻ MLA, മേയർ VK പ്രശാന്ത്, DGP ലോക്നാഥ് ബെഹ്റ, ADGP B സന്ധ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെരിയാറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാൻ ജനകീയ മുന്നേറ്റവുമായി DYFI രംഗത്ത്. അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പരിസ്ഥിതി ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ഇത്. ആദ്യഘട്ടമായി പെരിയാറിലെ കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രവർത്തകർ നീക്കം ചെയ്തു. കാഴ്ചയുമായി ഇന്നിവിടെ പറയുന്നു. നമസ്കാരം. പെരിയാർ മാലിന്യവാഹിനിയായി മാറിയ പശ്ചാത്തലത്തിലാണ് പെരിയാർ ശുചീകരണ ക്യാമ്പയിൻ DYFI ഏറ്റെടുത്തത്. ആദ്യഘട്ടമായി 100 കണക്കിന് വോളണ്ടിയർമാർ പെരിയാറിന്റെ 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ശുചീകരണ ദൗത്യവുമായി രംഗത്തിറങ്ങി. ഫൈബർ ബോട്ടുകളിലും വള്ളങ്ങളിലും പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്തു. നേര്യമംഗലത്ത് മുൻ MP P രാജീവും M സ്വരാജ് MLAയും ചേർന്ന് ശുചീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. പെരിയാറിന്റെ തീരങ്ങളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക, മറ്റു രൂപത്തിൽ മാലിന്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം നടത്തുക. ഇത് സമ്മേളനത്തിന് ശേഷവും തുടർന്ന് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തട്ടേക്കാട്, ഭൂതത്താൻകെട്ട്, ഏലൂർ,
തുടങ്ങി വിവിധ മേഖലകൾ ശുചീകരിച്ചു. ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി പരിസ്ഥിതി സെമിനാർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.